ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറ്റ് അരീന. ചെന്നൈ സൂപ്പർ കിങ്സിനെ ഇനി കാത്തിരിക്കുന്നത് രണ്ട് കടുത്ത പരീക്ഷണങ്ങളാണ്. നാളെ നടക്കുന്ന മത്സരത്തിൽ നിലവിലെ റണ്ണറപ്പുകളായ പഞ്ചാബ് കിങ്സ് ആണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ എതിരാളികൾ. ആദ്യ മത്സരത്തിൽ വിജയിക്കാൻ PBKസിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഞായറാഴ്ച നടക്കുന്ന മത്സരത്തിൽ ചിരവൈരികളായ RCB ആണ് CSKയുടെ എതിരാളികളായിക്കൊണ്ട് വരുന്നത്. ഈ രണ്ട് പരീക്ഷണങ്ങളും അവർക്ക് അതിജീവിക്കേണ്ടതുണ്ട്. ഇതിനു മുന്നേ ശുഭകരമായ ചില വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒന്ന് ഡിവാൾഡ് ബ്രവിസുമായി ബന്ധപ്പെട്ടതാണ്. പരിക്ക് കാരണം അഥവാ സൈഡ് സ്ട്രെയിൻ കാരണം കഴിഞ്ഞ മത്സരത്തിൽ ബ്രവിസ് കളിച്ചിരുന്നില്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ട്രെയിനിങ്ങിലേക്ക് തിരിച്ചെത്തി എന്നുള്ള ഒരു ഹാപ്പി ന്യൂസ് ആണ് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. നെറ്റ്സിൽ അദ്ദേഹം പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സൈഡ് സ്ട്രെയിൻ അദ്ദേഹത്തെ അലട്ടുന്നില്ല എന്ന് വേണം അനുമാനിക്കാൻ. പക്ഷേ PBKസിനെതിരെയുള്ള മത്സരത്തിൽ അഥവാ നാളത്തെ മത്സരത്തിൽ ബ്രവിസ് കളിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പുകൾ ഒന്നും ലഭിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് 5-ാം തീയതി അഥവാ ഞായറാഴ്ച നടക്കുന്ന RCBക്കെതിരെയുള്ള മത്സരത്തിൽ എന്തായാലും അദ്ദേഹം ഉണ്ടാകും എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ ട്രെയിനിങ് പുനരാരംഭിച്ചു എന്നുള്ളത് ശുഭകരമായ ഒരു വാർത്തയാണ്. മറ്റൊരു ഹാപ്പി ന്യൂസ് അത് ധോണിയുമായി ബന്ധപ്പെട്ടതാണ്. പരിക്ക് കാരണം കുറച്ചു കാലം ധോണിക്ക് പുറത്തിരിക്കേണ്ടി വരികയാണ്. പക്ഷെ അതിവേഗം അതിൽ നിന്ന് മുക്തനാവാൻ ധോണിക്ക് ഇപ്പോൾ കഴിയുന്നു. അദ്ദേഹവും നെറ്റ്സിൽ ഇപ്പോൾ ട്രെയിനിങ് നടത്തുന്നുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. വലിയ ഒരു പ്രശ്നങ്ങളിലൂടെയല്ല ധോണി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹവും ട്രെയിനിങ് നടത്തുന്നു എന്ന ഒരു ശുഭകരമായ കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും ആദ്യ മത്സരത്തിൽ രാജസ്ഥാനോട് വലിയ ഒരു തോൽവി ചെന്നൈ സൂപ്പർ കിങ്സിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അതിൽ നിന്നും കരകയറണമെങ്കിൽ അടുത്ത 2 മത്സരങ്ങളിലും CSKക്ക് വിജയം അനിവാര്യമാണ്. നാളെ PBKസിനെതിരെ നടക്കുന്ന മത്സരം അത് ചെപ്പോക്കിൽ വെച്ചുകൊണ്ടാണ് കളിക്കുക. പിന്നീട് RCBക്കെതിരെയുള്ള മത്സരം അത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് നടക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.